സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് വിൽക്കാൻ സാധിക്കാത്തതെന്നാണ്. അപ്പം അവിടെ വരുന്ന പ്രശ്നങ്ങളും അതിനുള്ള സൊല്യൂഷൻസും ആണ് ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്നതായിട്ടും എന്നാൽ നമുക്ക് ആകെ വരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ആയിരിക്കും, വളരെ കുറഞ്ഞ എൻക്വയറി ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവാം. അതിൽ തന്നെ പലരും എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് ഇത്രത്തോളം റേറ്റ് ഉണ്ടോ ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട് പോവാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ വർക്കിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ അത്യാവശ്യം ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് മീഡിയത്തിൽ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. വർക്ക് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ ലാസ്റ്റ് പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ വർക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു പ്രോഗ്രസ് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് കുറയും. അതുപോലെ തന്നെ കസ്റ്റമർ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അതും ഇതിനെ വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ക്രിറ്റിസിസം, ആർട്ടിസ്റ്റുകൾക്ക് പൊതുവെ ക്രിറ്റിസിസം വലുതായിട്ട് നേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുകയും അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയും അങ്ങനെ പല രീതിയിൽ കസ്റ്റമർ പോകാനും ചാൻസ് ഉണ്ട്. അതായത് നമ്മളൊരു കസ്റ്റമറിന്റെ അടുത്ത് നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ വർക്കിനെ കുറിച്ചിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വർക്കിനെ ബെറ്റർ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളൊരു വീട്ടിലിരുന്ന് ഒതുങ്ങിയിരുന്ന് വരയ്ക്കാതെ കുറച്ച് ആർട്ട് കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ബന്ധം നിലനിർത്തുക. പല ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആർട്ടിസ്റ്റുകൾ പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലുണ്ടായിരിക്കാം. എന്നാലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളോട് നമ്മൾ മനുഷ്യരിൽ തന്നെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് സംസാരിച്ചിട്ടില്ല അതൊന്നും. പക്ഷെ നമ്മളൊരു ആർട്ട് കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്രോഗ്രസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ലീഡ്സ് ആണ്. അത് നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ ലീഡ്സ് കളക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന പല മീഡിയാസ്, അതിൽ നമുക്ക് നല്ല രീതിയിൽ ലീഡ്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റ്, പലതരം വെബ്സൈറ്റിലും നമുക്ക് പെയിന്റിങ്സ് എടുക്കാം, അതിലൂടെ നമുക്ക് ലീഡ്സ് കിട്ടും. അതായത് പാർട്ടികൾ ഫേമസ് ആയിട്ടിരിക്കുന്ന NFT അറിയായിരിക്കും. ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ കൂടുതലായിട്ട് ആവശ്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞ പ്ലാറ്റ്ഫോമിലൊക്കെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സോഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. ഈ വീഡിയോയിൽ ഭയങ്കര ലെങ്തി ആയിരിക്കും. അപ്പം വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെ ലീഡ്സ് കളക്ട് ചെയ്യാം? കസ്റ്റമർ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എവിടെ നിന്ന് കിട്ടും? അത് സൊസൈറ്റി ആയിട്ട് നമുക്കൊരു ടച്ച് വേണം. ഓക്കെ, ആർട്ടിസ്റ്റുകൾ പൊതുവെ ഇൻട്രോവേർട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല, പൊതുവെ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് വിട്ടിട്ട് നമ്മൾ സൊസൈറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ലീഡ്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അതിലൂടെ നിങ്ങൾക്ക് കസ്റ്റമർ വരും. അതുപോലെ തന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വർക്കിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ വർക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾക്കൊരു പ്രപ്പോസൽ കൊടുക്കാനായിട്ട് കഴിയും. അപ്പം അതുവഴി നമുക്ക് അവിടെ എക്സിബിറ്റ് ചെയ്യുകയും അത് പൊതുവെ ആളുകൾ കാണുകയും അതിലൂടെ നമുക്കൊരു ഫേസ് ഉണ്ടാവുകയും നമുക്ക് നമ്മളെ സ്ഥാപനം അല്ലെങ്കിൽ പോലും അതിലൂടെ നമ്മളെ വർക്കിലൂടെ നമുക്കൊരു ഫേസ് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ നമുക്ക് കസ്റ്റമറേയും കിട്ടും. അതിനായി നമുക്ക് ആർട്ട് ഗാലറി, ആർട്ട് കഫേ എന്തും ആവട്ടെ, നമുക്ക് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്റർടൈനിങ് മേഖല, നിങ്ങൾക്ക് ഈ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്റർടൈനിങ് മേഖലയും കൂടാണ്. ലൈവ് പോർട്രേറ്റ്സ്, ലൈവ് കാരിക്കേച്ചറും ലൈവ് സ്കൾപ്ചറൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, നമുക്ക് കണ്ടാൽ അറിയാം. അപ്പൊ എന്റർടൈൻ മേഖലയിലും അതുപോലെ തന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സ്ഥാപനം നിങ്ങൾ അടുത്തുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേടി പിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രപ്പോസൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ വർക്കിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ടും സംസാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ രീതിയിൽ ഒരു സെയിലും അങ്ങനത്തെ രീതി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം ആദ്യത്തെ പോയിന്റ് വർക്ക് ക്വാളിറ്റി നമ്മൾ നോക്കുന്നു. അതായത് വർക്ക് ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം
ലീഡ്സ്, നല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ വർക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രസ്റ്റ്. ഒരു വർക്ക് അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സിംഗിലേക്ക് പോകണമെങ്കിൽ അതിന് ട്രസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറഞ്ഞു. എങ്ങനെ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരാൾക്ക് നമ്മളോടൊരു വിശ്വാസം തോന്നണമെങ്കിൽ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മുടെ പേഴ്സണാലിറ്റി നല്ലതായിരിക്കണം. അതായത് പേഴ്സണാലിറ്റി പറഞ്ഞാൽ നമ്മൾ വർക്ക് അല്ലെ, വർക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പം അത് നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ യൂണിക്നെസ്, അതൊക്കെയാണ് വരുന്നത്. അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മളെ കാര്യങ്ങൾ പോകുന്നത്. വർക്ക് ഇന്ന് തിരന്ന് പറഞ്ഞ വർക്ക് ഇന്ന് തന്നെ കൊടുക്കണം, അല്ലാതെ അത് പിന്നത്തേക്ക് നീട്ടി വെക്കുകയോ അത് വർക്ക് കൊടുക്കാതിരിക്കുകയോ, അങ്ങനെ ഒരു എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ട്രസ്റ്റിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ഇന്ററാക്ഷൻ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യത്തെ ഘട്ടം നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ്. നമ്മളെ ഒരു കാര്യങ്ങൾ നമ്മളെ ഫേസ് നമ്മളൊരു ഫേസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും, അതായത് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും. അപ്പൊ നമ്മൾ വർക്കിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരണം നമ്മൾ പറഞ്ഞു. അത് വർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ ഈ ഒരു പ്രൊഫഷണലിസം നമ്മൾ വർക്കിൽ ഉണ്ടായിരിക്കും. ഇനി അത് കസ്റ്റമർ ഡീലിംഗിലും ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ നമ്മൾ എങ്ങനെ ബന്ധപ്പെടുന്ന ആളാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടും, അതുപോലെ തന്നെ നമ്മളെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ലിമിറ്റ് വരെ ഈ പ്രൊഫഷണലിസം നമുക്ക് എന്ത് ചെയ്യും, ഈ ബാർഗെയിനിങ്ങിനെ തടയും. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽസ് അത്യാവശ്യമാണ്. എന്നാൽ ഇതെങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാം? അതിപ്പം ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെ ആവട്ടെ, അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് അറിയില്ലായിരിക്കാം. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ചോദിക്കാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് നമുക്ക് കഴിയും. ഈ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോർട്രേറ്റ്, നമ്മൾ പറഞ്ഞു പോർട്രേറ്റ് ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ അവര് നമുക്ക് നമ്മളടുത്ത് സംസാരിക്കുന്നു, സർ നമുക്ക് സർ മാഡം എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, അവർക്കും അവരുടെ, അതായത് നമ്മളെ കസ്റ്റമറിനും ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം നമ്മൾ സംസാരം. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടും അവർക്ക് തോന്നണം. അതായത് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടും കൂടെ ഇരിക്കണം. ഭയങ്കര ഫോർമൽ ആയിട്ട് ഇരിക്കാന്നല്ല അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഇത്രയും ബേസിക് ഇതായിട്ട് പറയുന്നത് കൂടുതൽ ആർട്ടിസ്റ്റുകളും ഇതൊന്നും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർ നന്നായിട്ട് വരയ്ക്കാൻ മാത്രമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രാക്ടീസും കൂടെ നമുക്ക് നമ്മളൊരു വർക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്വാളിറ്റിയും കൂടെ നമ്മളെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതിനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ കസ്റ്റമർ നമ്മൾ എടുത്തു വരുന്നു, നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വർക്ക് എങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതെന്നിരിക്കും, ഓൺലൈൻ ആയിട്ടാണെങ്കിൽ അത് നമ്മളെങ്ങനെ PDF ഫയലായിട്ടോ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടോ അവരെ അത് എങ്ങനെ ഷോ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം അവർ വരയ്ക്കാനായിട്ടുള്ള പിക്ചർ സെൻഡ് ചെയ്യുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ അവർക്ക് വേണോ എന്നുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ അവർക്കും ക്ലാരിറ്റി ഉണ്ടാവും, നമുക്കും ക്ലാരിറ്റി ഉണ്ടാകുന്ന രീതിയിൽ വേണം ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാനായിട്ട്. ഓക്കെ, ഡെലിവറി ചെയ്യുന്ന കാര്യം വരെ അതിൽ ഓക്കെ ആയിരിക്കണം. എന്നേക്കാണ് ഡെലിവറി ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഏത് ഡേറ്റ് ആണ്, ആ ഡേറ്റിന് മുന്നേ എങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കസ്റ്റമറും നഷ്ടപ്പെട്ടു പോയില്ല എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് നല്ല ലീഡ്സ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ടും അത് നല്ല വർക്കായിട്ട് മാറ്റാനും നിങ്ങൾക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഈ 3 പോയിന്റിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഏതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.